സാർ കൊച്ചിയിലെത്തിയിട്ട് ഇപ്പം ഏകദേശം 6 മാസമായിരുന്നു. കമ്മീഷണറായി ചാർജ് എടുത്തിട്ട് കൊച്ചിയെ കുറിച്ചിട്ട് എന്താ തോന്നുന്നത്? വാട്ട് ഈസ് ദ ഇഷ്യൂസ് ആൻഡ് മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് റാമ്പൻ്റ് ആയിട്ടുള്ള ഡ്രഗ് അബ്യൂസ് ആണ് അമംഗ് ദി യൂത്ത്, സ്പെഷ്യലി വർക്കിംഗ് ഇൻ ദ പ്രൈവറ്റ് സെക്ടർ. അപ്പോൾ അത് ഒരു മേജർ ഇഷ്യൂ ഇൻ ദ സെൻസ് ദാറ്റ് ദേ സ്റ്റാർട്ട് വിത്ത് ഈ കാനബിസ് അല്ലെങ്കിൽ കഞ്ചാവ്, അതിൽ നിന്ന് തുടങ്ങി ദെൻ ദേ എൻ്റർ ഇൻ ടു കെമിക്കൽ ഡ്രഗ്സ് ലൈക്ക് LSD, പിന്നെ കൊക്കെയിൻ, MDMA, മെത്ത്. സോ വൺസ് ദേ ആർ അഡിക്റ്റഡ് ടു മെത്ത്, ഒരു 2-3 വർഷം കൊണ്ട് ഇവരുടെ ബ്രെയിൻ ഫ്യൂസ് ആവുകയാണ്. ആൻഡ് ദേ ബിക്കം എ വെജിറ്റബിൾ. അവരുടെ കോഗ്നേറ്റീവ് എബിലിറ്റീസ് എല്ലാം നശിച്ച് അങ്ങനെ ഒരുപാട് കേസുകൾ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ വന്നിട്ടുണ്ടെന്നാണ് പറയാൻ കഴിഞ്ഞത്. അപ്പോൾ അതിനെതിരെ നമ്മൾ ലൈക്ക് പോലീസിൻ്റെ ഭാഗത്തുനിന്നും എക്സൈസിൻ്റെ ഭാഗത്തുനിന്നും വി ആക്ച്വലി ടേക്ക് ആക്ഷൻ ഓൺ ദ സപ്ലൈ സൈഡ്. നോട്ട് ഓൺലി ബുക്കിംഗ് ക്രിമിനൽ കേസസ് ബട്ട് എന്താ പറയുക, അവയർനെസ് പ്രോഗ്രാംസും ഒരുപാട് കൊടുക്കുന്നുണ്ടല്ലോ. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും ഇപ്പം ഈവൻ വെൻ ഐ വാസ് ഇൻ സ്കൂൾ 30 years ബാക്ക്, അന്നും ഈ അവയർനെസ് പ്രോഗ്രാംസ് ഉണ്ട്. ഇങ്ങനത്തെ മറ്റേ ഇതിനെതിരെ വാക്കത്തോൺ, അല്ലെങ്കിൽ ഗുസ്തി മത്സരം, വടംവലി, ഇപ്പം മാരത്തൺ, ഡ്രഗ്സിനെതിരെ മാരത്തോണാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡ്. പക്ഷെ ഇതെല്ലാം നടത്തിയിട്ടും വർഷങ്ങളായി ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്നാലും വി സീ ദാറ്റ് ദർ ഇസ് എ റൈസിംഗ് ട്രെൻഡ് ഇൻ ദ ഇൻക്രീസ് ഓഫ് ഡ്രഗ്സ്, നമ്പർ ഓഫ് കേസസ് ബുക്ക്ഡ് ആസ് വെൽ ആസ് ക്വാണ്ടിറ്റി സീസ്ഡ്. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ദാറ്റ് ഇസ് ദ ക്വസ്റ്റ്യൻ. ദാറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ വിച്ച് വി ഓൾ നീഡ് ടു think about. Despite such a huge number of anti-drugs campaign, why is there no impact on the consumption? On the contrary, it is increasing. Every year it is increasing. Number of cases are increasing. Quantity seized is increasing. And what do you think is the factor? I don't know. ഈ സോഴ്സസ് നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം എല്ലാവരും നമ്മളിപ്പോൾ ആളെ അറസ്റ്റ് ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ തന്നെ റീസെന്റ് ഒരു ഫോറിൻ നാഷണൽ അറസ്റ്റ് ചെയ്തില്ലേ? പക്ഷെ ഇത് സപ്ലൈ അവിടെ നിന്ന് വരുന്നു, അതിന്റെ ഒരു സ്റ്റോപ്പേജിന് ഒരു നടപടിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ വേറൊരു ഓൾട്ടർനേറ്റ് ആയിട്ടൊരു സംഭവം തുടങ്ങിയത്. വി ഹാവ് ബീൻ ഹിറ്റിംഗ് ഓൺ ദ സപ്ലൈ സൈഡ് ബോത്ത് ബൈ ലൈക്ക് ബുക്കിംഗ് കേസസ് ആസ് വെൽ ആസ് ക്രിയേറ്റിംഗ് അവയർനെസ് ഡ്രൈവ്സ് അല്ലേ. That is only, we are looking only on the supply side. പക്ഷേ demand is increasing. Nobody is actually taking any stand or tackling the demand side of these drugs. അപ്പോൾ അതിനു വേണ്ടി ലൈക്ക് കൊച്ചി സിറ്റി പോലീസ് ഇപ്പോൾ ഒരു ഇനിഷ്യേറ്റീവ് തുടങ്ങിയായിരുന്നു. ഐ തിങ്ക് യു മസ്റ്റ് ഹാവ് റെഡ് അബൌട്ട് ഇറ്റ്. മാതൃഭൂമിയിലൊക്കെ അത് വന്നിട്ടുണ്ടായിരുന്നു ഫ്രണ്ട് പേജിൽ. ദാറ്റ് ഇനിഷ്യേറ്റീവ് ആക്ച്വലി partners the entire private sector. Private sector, why? Because it is 97% of the workforce is in private sector. Okay. പ്രൈവറ്റ് സെക്ടറിലുള്ള മെയിൻ ആയിട്ടുള്ള ഇവരുടെ അസോസിയേഷൻസ്, പ്രൈവറ്റ് കമ്പനീസ്, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസിന് പബ്ലിക് അസോസിയേഷൻസ് ഉണ്ട്. നെയിംലി ഫിക്കി അറിയുള്ളൂ. പിന്നെ അതുപോലെ തന്നെ CII, കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ്, പിന്നെ ബിസിനസ് നെറ്റ്വർക്ക് ഇന്റർനാഷണൽ, പിന്നെ കേരള മാനേജ്മെന്റ് അസോസിയേഷൻ, പിന്നെ അതുകൂടാതെ കേരള ബേസ്ഡ് സോഫ്റ്റ്വെയർ കമ്പനീസിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്, GTech എന്നാണ്. ഇറ്റ്സ് എൻ അസോസിയേഷൻ ഓഫ് കേരള ബേസ്ഡ് സോഫ്റ്റ്വെയർ കമ്പനീസ്. അപ്പോൾ ഇവരുടെ എല്ലാം എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സുമായിട്ട് വി ഹാഡ് എ ഡിസ്കഷൻ ഓൺ ഹിറ്റിംഗ് ഓൺ ദി ഡിമാൻഡ് സൈഡ്. ഒരു സിമ്പിൾ ഇഷ്യൂ, സിമ്പിൾ മാറ്ററാണ്, സിമ്പിൾ സൊല്യൂഷനാണ്. ഓൾറെഡി പ്രൈവറ്റ് സെക്ടറിൽ വെൻ ആൻ എംപ്ലോയി ഗെറ്റ്സ് എ ജോബ്, ഹി ഈസ് ഓൾറെഡി സൈനിങ് എ കോൺട്രാക്ട് വിത്ത് ദ കമ്പനി ദാറ്റ് ഹി വിൽ നോട്ട് അബ്യൂസ് ഡ്രഗ്സ്. ഓക്കെ. പക്ഷേ ഇറ്റ് ഹാർഡ്ലി ഗെറ്റ്സ് ഇമ്പോസ്ഡ് ഓർ ഈ ചെക്കും ഒന്നുമില്ല. Once he signs, then afterwards if he starts using, ഇതാരും ചെക്ക് ചെയ്യാൻ പോകുന്നില്ല. അപ്പം വൈ നോട്ട് ഇൻട്രൊഡ്യൂസ് സംതിങ് വെറൻ ഒരു റാൻഡം ഡ്രഗ് ടെസ്റ്റിംഗ് പോലെ, വെറൻ യുവർ ഹെയർ സാമ്പിൾ വിൽ ബി ടെസ്റ്റഡ് ഫോർ ദീസ് ഡ്രഗ്സ് ആൻഡ് ഇഫ് പോസിറ്റീവ് ഹി വിൽ ബി ടെർമിനേറ്റഡ് ഫ്രം ദ കമ്പനി. അപ്പം അങ്ങനെ ടെർമിനേറ്റ് ചെയ്ത ഒരാൾക്ക് he'll find it difficult to get a job in any other company because he has been terminated because of drug abuse. ഈ ഒരു പോളിസി ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടി ഒരു PODA, പോളിസി അഗെയിൻസ്റ്റ് ഡ്രഗ് അബ്യൂസ്
എന്നും പറഞ്ഞൊരു ഇനിഷ്യേറ്റീവ് നമ്മൾ കൊച്ചി പോലീസിൻ്റെ ഭാഗത്തുനിന്ന് തുടങ്ങിയിട്ടുണ്ട്. സോ വി ഹാഡ് എ റൗണ്ട് ഓഫ് ഡിസ്കഷൻ വിത്ത് all these stakeholders. എല്ലാവരും പോസിറ്റീവ് ആയിരുന്നു. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഈവൻ ഔട്ട്സൈഡ് സോഫ്റ്റ്വെയർ കമ്പനീസ്, ഔട്ട്സൈഡ് ടെക് കമ്പനീസ് ആയിട്ടും അവരുടെ സെൻറ്റർ ഹെഡ്സുമായിട്ടും വി ഹാഡ് എ റൗണ്ട് ഓഫ് ഡിസ്കഷൻ. അപ്പോൾ അത് ബേസിക്കലി ബിക്കോസ് ദ ഡിസിഷൻ ഹാസ് ടു കം ഫ്രം ദർ കോർപ്പറേറ്റ് ഹെഡ് ക്വാർട്ടേഴ്സ്. സോ ഈവൻ ദേ വർ പോസിറ്റീവ്. പിന്നെ ഇതിനകത്ത് ഉള്ള ഒരു മെമ്പർ മിസ്റ്റർ ബാലകൃഷ്ണൻ, ഹീസ് ദ VP ഓഫ് ജിയോജിത് സെക്യൂരിറ്റി. ഈസ് എ മെമ്പർ ഓഫ് FICCI ആൻഡ് GTEC ആസ് വെൽ ആസ് KMA. So he has brought up a draft policy which can be actually tailor-made to suit the needs of all these companies. അതായത് ഒരു ഡ്രാഫ്റ്റ് പോളിസി നമുക്ക് വെച്ചാൽ അത് ആ ഡ്രാഫ്റ്റ് പോളിസി വെച്ചിട്ട് I have written to the CEO of InfoPark to build a consensus among all the companies based in InfoPark. ബേസിക്കലി എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ യങ് ആ ഒരു ഫിനാൻഷ്യലി വെൽ ഓഫ് ക്രൗഡ് എന്ന് പറയുന്നത് ഈ ടെക്കീസിൻ്റെ ഗ്രൂപ്പാണ്. ബട്ട് നമ്മൾ ടെക്കീസിനെ മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നത്, ഓൾ പ്രൈവറ്റ് സെക്ടർ. ഇപ്പം ടോപ്പ് ലെവൽ മാനേജേഴ്സ് ആയിരിക്കാം, ഈവൻ സം ഡോക്ടേഴ്സ്, ലോയേഴ്സ്, ഇവരെല്ലാവരും ഡ്രഗ് യൂസേഴ്സാണ്. ഒരുപാട് റിപ്പോർട്ട്സ് വരുന്നുണ്ട്. ഫിലിം ഇൻഡസ്ട്രി ആസ് യു ഓൾ നോ. അപ്പോൾ എൻറ്റയർ പ്രൈവറ്റ് സെക്ടറിനെ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു മൂവ്മെൻ്റ് ആണിത്. ഈ ഡ്രഗ്സിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് അവൈലബിൾ ഫ്രീലി ഔട്ട്സൈഡ്. നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ട് സർക്കിൾ ഇല്ലെങ്കിൽ ക്ലോസ് കൊളീഗ് സർക്കിളിൽ മാത്രമേ ഇതിൻ്റെ ട്രേഡോ ഇല്ലെങ്കിൽ ബിസിനസ്സോ നടക്കൂ. അപ്പം ഇങ്ങനൊരു പോളിസി ഉണ്ടെങ്കിൽ ബേസിക്കലി ഒരു എന്താ പറയുക, ഒരു ഡിറ്ററൻറ്റ് എഫക്റ്റ് ഭയങ്കരമായിട്ട് വരും. See, if my company has started this policy, then I will never use the drug for fear of losing my job. So I will just have some other lahari padartham like alcohol or whatever. But I will never touch a drug because it will be in my hair sample for around 3-4 months. So our fear വരുമ്പോഴത്തേക്കും naturally people will stop using it. ഏതൊരു ഡ്രഗ് ആണെങ്കിലും നമ്മുടെ ഹെയർ സാമ്പിളിലാണ് ഇത്രയും ഡ്യൂറേഷൻ. ബ്ലഡ് ടെസ്റ്റിൽ ഐ തിങ്ക് 2 to 3 weeks നിൽക്കും. പക്ഷെ ഹെയർ സാമ്പിൾ ഇറ്റ് വിൽ റിമെയിൻ ഫോർ 3-4 months. നേരത്തെ പറഞ്ഞത് ഫിലിം ലൊക്കേഷൻസിൽ ഡ്രഗ് യൂസേജിന്റെ ഇഷ്യൂ കംപ്ലൈന്റ്സ് കുറെ കൂടുതലാണ്. ഷാഡോ പോലീസിംഗ് ഇംപ്ലിമെന്റ് ചെയ്തു. അതിപ്പം ഫോളോ ചെയ്ത് പോകുന്നുണ്ടോ? ഇപ്പോഴത്തെ ഒരു സ്റ്റേറ്റസ് ഉണ്ട്. നമ്മുടെ ആൻറ്റി നാർക്കോട്ടിക് ഫോഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ടീമാണ്. നമ്മുടെ നമ്പർ ഓഫ് കേസസും പിന്നെ ക്വാണ്ടിറ്റി ഒക്കെ പിടിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പിന്നെ ഫിലിം ഫീൽഡ് എന്ന് പറഞ്ഞാൽ വളരെ ക്ലോസ്ഡ് ഫീൽഡാണ്. അപ്പം അതിനകത്ത് എന്താണ് പബ്ലിസിറ്റി ഒരുപാടുണ്ട്. പക്ഷേ നമ്പർ ഓഫ് യൂസേഴ്സ് ആസ് എ പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക് വെരി ലെസ്. ഇപ്പം ടോട്ടൽ നമ്പർ ഓഫ് ഫിലിം ആക്ടേഴ്സ് എന്ന് പറയുന്നത് എത്ര പേര് കാണും? രജിസ്റ്റേർഡ് ഫിലിം ആക്ടേഴ്സ് ഈ ഇവരുടെ അസോസിയേഷനിൽ എത്ര പേരാണുള്ളത്? ഈവൻ ദാറ്റ് നമ്പർ വെൻ കമ്പയർ ടു ദ ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് വളരെ ചെറിയ നമ്പർ. അതിനകത്ത് മേ ബി ഒരു 5% ആയിരിക്കും യൂസ് ചെയ്യുന്നത്. സോ നമ്പേഴ്സ് എന്ന് പറയുന്നത് വളരെ ഇതായിരിക്കും. പക്ഷേ എന്താണ് ഇതിന് പബ്ലിസിറ്റി ആംഗിൾ എന്ന് പറയുന്നത് ഫിലിം ഫീൽഡിൽ ഉള്ളത് കൊണ്ട് ഭയങ്കര പബ്ലിസിറ്റി ആംഗിൾ ഒരു ആംഗിൾ വൈസ് ഉണ്ടെന്നേ ഉള്ളൂ. പെഡ്ലേഴ്സിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് പോവുകയാണോ ഇപ്പൊ ചെയ്യുന്നത്? അതാണ് സോഴ്സ് കണ്ടുപിടിക്കുന്നതാണോ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് തോന്നുന്നത്? സപ്ലൈ എവിടുന്നാണ് വരുന്നത്? അവിടെ ഒരു കട്ട് വന്നാലാണല്ലോ സിറ്റിയിലേക്കുള്ള ഡ്രഗിന്റെ അറൈവൽ കുറയും. ഈവൻ ഡിമാൻഡ് ഉണ്ടെങ്കിൽ അവർക്ക് സപ്ലൈ കിട്ടാതെ വരുമ്പോൾ കുറച്ച് ഡിറ്ററൻസ് ആവും. ഇതിന്റെ ഒരു കൊറോളറി എന്ന് പറയുന്നത് ഇപ്പം ഗോൾഡ് സ്മഗ്ലിംഗ് തന്നെ എടുത്തു നോക്കുക. എന്തുകൊണ്ടാണ് ഗോൾഡ് സ്മഗ്ലിംഗ് ഇത്രയും നടക്കുന്നത്? ദർ ഇസ് ഹ്യൂജ് ഡിമാൻഡ് ഫോർ ഗോൾഡ്. ഇപ്പോൾ ഡിമാൻഡ് ഉള്ളിടത്തോളം കാലം സപ്ലൈ വിൽ കം ഇൻ വൺ ഫോം ഓർ അതർ. പിന്നെ നമ്മുടെ സൈഡിൽ മാക്സിമം നമ്മൾ സപ്ലൈ സൈഡ് ഹിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഡിമാൻഡ് സൈഡിൽ ഹിറ്റ് ചെയ്യാതെ ഇതിനൊരു ബാലൻസോ ഒരു സൊല്യൂഷനോ ഒരു പെർമനൻറ്റ് സൊല്യൂഷനോ ലോങ് ടേം സൊല്യൂഷനോ ഒരിക്കലും വരുന്നില്ല. അതാണ് ഞാൻ ആദ്യമേ ചോദിച്ചത്. എന്തുകൊണ്ടാണ് ഇത്രയും വർഷങ്ങളായി നമ്മൾ ഈ അവയർനെസ് പ്രോഗ്രാംസും പരിപാടിയും ചെയ്തിട്ടും ഇത്രയും ഡിമാൻഡ് വർദ്ധിക്കുന്നു, യൂസ് കൂടുന്നു? അപ്പോൾ നമ്മൾ ഡിമാൻഡ് സൈഡിൽ ഹിറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ POD എന്ന് പറഞ്ഞ സംഭവം നമ്മൾ കൊണ്ടുവന്നത്.
Simultaneously supply സൈഡിലേക്ക് വേണ്ടിയിട്ട് സാറ് വന്നതിന് ശേഷം എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്തു? സപ്ലൈ സൈഡ് ഞങ്ങളുടെ കണ്ടിന്യൂസ്ലി നമ്മൾ കേസുകൾ ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മോണിറ്റർ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഡാൻസ് ഓഫ് ടീം ഇപ്പോൾ എക്സ്പാൻഡ് ചെയ്തു. അപ്പം നമ്പർ ഓഫ് കേസസ് ബുക്ക്ഡ് കൂടുന്നുണ്ട്, ക്വാണ്ടിറ്റി സീസ്ഡ് കൂടുന്നുണ്ട്. അപ്പോൾ ഡാൻസ് ഓഫ് ടീം 24 hours ദേ ആർ ഓൺ ദ ജോബ്. അത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ എന്തുകൊണ്ടാണ് ഇത് സപ്ലൈ വരുന്നത്? ബിക്കോസ് ദർ ഇസ് ഹ്യൂജ് ഡിമാൻഡ്. ഇപ്പോൾ കമ്പയർഡ് ടു ബാംഗ്ലൂർ ഓർ ന്യൂഡൽഹി, ഇവിടുത്തെ ഡ്രഗ് പ്രൈസ്, സ്ട്രീറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 8 or 10 times ആണ്. ഇപ്പോൾ ഒരു LSD സ്റ്റാമ്പിന് ബാംഗ്ലൂരിൽ 500 രൂപയാണ്, ഇവിടെ എത്ര രൂപയാണ്? 4500 5000 രൂപയാണ് അല്ലേ? അതായത് 10 times ആണ് ഒരു LSD സ്റ്റാമ്പിന്. 1 gram മെത്ത് ബാംഗ്ലൂരിൽ 1000 രൂപയാണ്. എത്ര രൂപയാണ് ഇവിടെ 1 gram മെത്ത്? അറിയില്ല, 5000-6000 രൂപയാണ്. അപ്പം ആ ഒരു മാർജിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹ്യൂജാണ്. അപ്പോൾ ഒരാൾ ഒരു പയ്യൻ ഒരു വ്യക്തി 25,000-30,000 രൂപയോ കടം വാങ്ങി ബാംഗ്ലൂരിൽ പോയി സാധനം എടുത്തുകൊണ്ട് ഇവിടെ വിൽക്കുകയാണെങ്കിൽ 1.5 ലക്ഷം രൂപയാണ് അവർ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത്. വൈ? ബിക്കോസ് ദർ ഇസ് ഹ്യൂജ് ഡിമാൻഡ് ആൻഡ് ദിസ് ഡിമാൻഡ് കംസ് ഫ്രം ദിസ് ഗ്രൂപ്പ്, വെൽ എഡ്യൂക്കേറ്റഡ്, വെൽ പെയ്ഡ് യങ്സ്റ്റേഴ്സ് വർക്കിംഗ് ഇൻ ദ പ്രൈവറ്റ് സെക്ടർ, അക്രോസ് ദി പ്രൈവറ്റ് സെക്ടർ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കോൺസിക്വൻസ് ഉണ്ടെന്ന് അറിയുകയാണെങ്കിൽ നാച്ചുറലി പീപ്പിൾ വിൽ റിഫ്രെയിൻ അല്ലേ? ഇത് നമ്മൾ apart from IT jobs, entire private sector IT എന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. പ്രൈവറ്റ് സെക്ടർ ഫിനാൻഷ്യലി വെൽ ഓഫ് യങ്സ്റ്റേഴ്സ് വർക്കിംഗ് ഇൻ ദ പ്രൈവറ്റ് സെക്ടർ. അതാണ് ഞാൻ പറയുന്നത്. IT ആയിരിക്കാം, നോൺ IT ആയിരിക്കാം, ഡോക്ടേഴ്സ് ആയിരിക്കാം, പ്രൊഫഷണൽസ് ആയിരിക്കാം, ലോയേഴ്സ് ആയിരിക്കാം, ആക്ടേഴ്സ് ആയിരിക്കാം. ആ ഒരു ക്രീം ഓഫ് ദ സൊസൈറ്റി ഇൻ പ്രൈവറ്റ് സെക്ടർ. അപ്പോൾ ആ ഒരു യങ് ജനറേഷനെയാണ് ഏറ്റവും കൂടുതൽ ഇത് ബാധിച്ചിരിക്കുന്നത്, ഇൻക്ലൂഡിങ് IT. അല്ലാതെ IT മാത്രമായിട്ട് നമ്മൾ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഫിക്കി, CA, BNI എല്ലാവരുമായിട്ട് കൺസൾട്ട് അതിൻ്റെ കൂടെയാണ് GTECും കൺസൾട്ട്. അല്ലാതെ നമ്മൾ IT മേഖല എന്ന് പറഞ്ഞ് ഒരിക്കലും പോയിട്ടില്ല, അല്ലെങ്കിൽ ഫിലിം മേഖല എന്ന് പറഞ്ഞ് പ്രത്യേകം അവരെ മാറ്റി നിന്നിട്ടില്ല. പ്രൈവറ്റ് സെക്ടറിൽ, ബിക്കോസ് പ്രൈവറ്റ് സെക്ടർ കോൺട്രിബ്യൂട്ട്സ് ടു 97% ഓഫ് ടോട്ടൽ എംപ്ലോയ്മെൻറ്റ് വർക്ക് ഫോഴ്സ് ഇൻ ദ കൺട്രി. ആ വർക്ക് ഫോഴ്സിലെ ഏറ്റവും ടോപ്പ് ക്രീമിൽ നിൽക്കുന്നവരുടെ ഇടയിലാണ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ഉപയോഗം വർദ്ധിച്ചു വരുന്നേക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഈ പ്രൈവറ്റ് സെക്ടർ, എൻ്റയർ പ്രൈവറ്റ് സെക്ടറിനെ കവർ ചെയ്തുകൊണ്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് തുടങ്ങിയത്.